നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരോട് മുഖം തിരിച്ച് സർക്കാർ, പരിഹാരമായില്ല, സമരം തുടരും. 3 മാസത്തെ വേതന കുടിശ്ശിക ലഭ്യമാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ച് സംസ്ഥാന സർക്കാർ. 5 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിലും തീരുമാനമായില്ല. ഓണറേറിയം കുടിശ്ശിക എപ്പോൾ നൽകും എന്നതിലും വേതനം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ആവശ്യത്തിലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചതായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. സർക്കാർ വഞ്ചിച്ചെന്നും ശക്തമായി സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. പത്തനംതിട്ട പോത്തുപാറയിൽ കടുവയുടെ സാന്നിധ്യം. കലഞ്ഞൂർ പോത്തുപാറ കമ്പകത്തുംപച്ചയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തിരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ്. റബ്ബർ തോട്ടത്തിനുള്ളിൽ നിന്ന് കടുവ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കടുവയെ കണ്ടതായാണ് പ്രദേശവാസികളും ടാപ്പിംഗ് തൊഴിലാളികളും പറയുന്നത്. കോന്നി DFO ആയുഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർ സ്ഥലത്ത് 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കോന്നി ഫോറസ്റ്റ് സ്ട്രൈക്കിംഗ് ഫോഴ്സും വനപാലകരും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്വകാര്യ പാറമടയോട് ചേർന്ന് കിടക്കുന്ന റബ്ബർ തോട്ടത്തിലാണ് കടുവയെ കണ്ടതായി പറയുന്നത്. ഈ ഭാഗം ജനവാസ മേഖലയായതിനാൽ വനം വകുപ്പ് സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. പോലീസുകാരന് ദാരുണാന്ത്യം. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഹോംഗാർഡ് രമേശാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. പിലാക്കോട് സ്വദേശിയായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം. എതിരെ വന്ന ബൈക്കുമായി രമേശിന്റെ വാഹനം കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു. മോദിയുടെ US സന്ദർശനത്തെ വാഴ്ത്തിയ തരൂരിന്റെ ലേഖനം. പരാതി നൽകിയ ഒരു വിഭാഗം നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയുള്ള ലേഖനത്തിന്റെ പേരിൽ ശശി തരൂരിനെതിരെ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. തരൂരിന്റെ പുകഴ്ത്തൽ പ്രതിപക്ഷ നേതാവടക്കം പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് ഒരു വിഭാഗം കേരള നേതാക്കൾ പരാതിയുമായി ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. മോദിയുടെ US സന്ദർശനത്തെ പുകഴ്ത്തിയ തരൂരിന്റെ ലേഖനം പരിശോധിക്കുമെന്നും ലേഖനം താൻ വായിച്ചിട്ടില്ല എന്നുമാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചത്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി പരാതി നൽകുന്നില്ലെന്നാണ് സൂചന. നേരത്തെ കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ചും തരൂർ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റത് മുതൽ ഇങ്ങോട്ട് തരൂരിന്റെ നീക്കങ്ങളെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് കാണുന്നത്. പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് പോലും സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു. അതുകൊണ്ട് തന്നെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് കണ്ടറിയണം. പാതിവില തട്ടിപ്പ്. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിനെതിരെയും പരാതി. 60,000 രൂപ കൈമാറിയത് മന്ത്രിയുടെ ഓഫീസിലെത്തി. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ഓഫർ തട്ടിപ്പ് നടന്നെന്ന് പരാതി. മന്ത്രിയുടെ ഓഫീസിലെത്തി 60,000 രൂപ നൽകിയെന്ന ആരോപണവുമായി പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലെ സ്ത്രീകളാണ് രംഗത്തെത്തിയത്. ജനതാദൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് പണം വാങ്ങിയത്. മന്ത്രി കൃഷ്ണൻകുട്ടിയിലുള്ള വിശ്വാസത്തിലാണ് പണം നൽകിയതെന്നും പരാതിക്കാർ പറഞ്ഞു. എന്നാൽ ആരോപണം തെളിയിച്ചാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ നടപടി. പ്രതികളായ 5 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. കോളേജ് അധികൃതരെയും സർക്കാരിനെയും തീരുമാനം അറിയിക്കും. ബർത്ത്ഡേ ആഘോഷത്തിന് പണം നൽകാത്തതിന്റെ പേരിലായിരുന്നു ക്രൂരതയെന്നാണ് പ്രതികളുടെ മൊഴി. മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് നൽകാത്തതും പ്രതികളെ പ്രകോപിപ്പിച്ചു. ഇതിനുള്ള വൈരാഗ്യം തീർക്കാനാണ് വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചതും ക്രൂരമായി മർദ്ദിച്ചതും. ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ഇത്രയും പ്രാകൃതമായ സംഭവ വികാസങ്ങൾ നടന്നിട്ടും അധികൃതർ ആരും അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരൂഹത. കടലിൽ കുളിക്കാനിറങ്ങിയ വിദേശ വനിത മുങ്ങി മരിച്ചു. രക്ഷിക്കാനിറങ്ങിയ യുവാവ് ഗുരുതരാവസ്ഥയിൽ. തിരുവനന്തപുരം കോവളത്തിന് സമീപമുള്ള പുളുങ്കുടി ബീച്ചിലാണ് സംഭവം. ഇവരെ രക്ഷിക്കാനിറങ്ങിയ വിദേശ പൗരനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമേരിക്കൻ പൗരത്വമുള്ള ബ്രിജിത്ത് ഷാർലറ്റ് എന്ന യുവതിയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കടലിൽ കുളിക്കാനിറങ്ങിയ ബ്രിജിത്ത് ഷാർലറ്റ് ശക്തമായ തിരയിൽ അകപ്പെടുകയായിരുന്നു. തിരയിൽ അകപ്പെട്ട ഇവരെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് വിദേശ പൗരനും അപകടത്തിൽപ്പെട്ടത്. ഷാർലറ്റിനെ വിഴിഞ്ഞം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. രക്ഷിക്കാനിറങ്ങിയ വിദേശ പൗരനെ സ്വകാര്യ ആശുപത്രിയിലെ ICUവിലേക്ക് മാറ്റി. സ്കൂളിൽ +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം. ആരോപണ വിധേയനായ ക്ലർക്കിന് സസ്പെൻഷൻ. കാട്ടാക്കട കുറ്റിച്ചൽ +1 വിദ്യാർത്ഥി സ്കൂളിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തു. പരുത്തിപ്പള്ളി ഗവൺമെന്റ് VHSSലെ ക്ലർക്ക് J സനലിനെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലം മേഖല അസിസ്റ്റന്റ് ഡയറക്ടറും പരുത്തിപ്പള്ളി ഗവൺമെന്റ് VHSS പ്രിൻസിപ്പളും സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആലപ്പുഴയിൽ 9ാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയത് രാത്രിയിൽ ബീച്ചിലെത്തിച്ച് +1, +2 വിദ്യാർത്ഥികൾ പിടിയിൽ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 9ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത 2 പേർ പിടിയിൽ.
+1-നും +2-നും പഠിക്കുന്ന 2 വിദ്യാർത്ഥികളെ ആലപ്പുഴ സൗത്ത് പോലീസാണ് പിടികൂടിയത്. പെൺകുട്ടിയെ രാത്രിയിൽ ആലപ്പുഴ ബീച്ചിലെത്തിച്ചാണ് പീഡിപ്പിച്ചിരുന്നതെന്നാണ് മൊഴി. പ്രതികളെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ലീഗ് നേതാവ് MC കമറുദ്ദീൻ വീണ്ടും ജയിലിൽ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ MLA-യുമായ MC കമറുദ്ദീനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ചിത്താരി സ്വദേശികളായ സാബിറ, അഫ്സാന എന്നിവർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. നിക്ഷേപമായി ഇവരിൽ നിന്നും യഥാക്രമം 15 ലക്ഷം രൂപയും 22 ലക്ഷം രൂപയും വാങ്ങി വഞ്ചിച്ചുവെന്നാണ് പരാതി. കാഞ്ഞങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1-ൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.